ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് വെബ് ഡിസൈനിങ് യൂസിങ് HTML. നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ ഫുൾ കോൺസെപ്റ്റും അതിന്റെ ക്വസ്റ്റ്യൻസും പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് പഠനത്തിന് അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്കാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഉള്ളു. അതിനുള്ളിൽ നമുക്ക് ചാപ്റ്റേഴ്സുകളും അതിന്റെ ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചു തീർക്കണം. ഓക്കെ, അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ വൺ ഷോട്ട് റിവിഷൻസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ വെബ് ഡിസൈനിങ് യൂസ് HTML അകത്താണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് മക്കളെ എന്ത്? ലിസ്റ്റ് എന്നാണ്. ലിസ്റ്റ് അല്ലേ? ലിസ്റ്റ് നമ്മൾ പലതരത്തിൽ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ടല്ലേ. വീട്ടിലാണെങ്കിൽ നമുക്ക് പലർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, സ്കൂളിലാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ പല ലിസ്റ്റുകൾ നിങ്ങൾ കണ്ടുപോകുന്നുണ്ട് ജീവിതത്തിൽ അല്ലേ? കാരണം പല ലിസ്റ്റുകൾ നിങ്ങൾ ഒരു ദിവസം കണ്ടിറങ്ങുന്ന ഫുള്ള് ലിസ്റ്റുകളായിരിക്കും അല്ലേ? ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെയാണ് വെച്ചിട്ടാണെങ്കിൽ റൂൾസുകളൊക്കെ ആയിരിക്കും. രാവിലെ എഴുതേക്കണം, ദെൻ പിന്നെയാണെങ്കിൽ ഫ്രഷ് ആവണം, ദെൻ പിന്നെയാണെങ്കിൽ സ്കൂളിൽ പോകണം. അങ്ങനെ ലിസ്റ്റ് വൈസ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് വെബ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന HTML ഉപയോഗിച്ച് ആ ലിസ്റ്റുകളൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. യെസ്, ലിസ്റ്റ് ഇൻ HTML നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മളെ ലിസ്റ്റ്? നമുക്ക് 3 ടൈപ്സ് ഏതൊക്കെയാണ്? യെസ്, ഫസ്റ്റ് ലിസ്റ്റ് എന്താണ്? ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്. സെക്കൻഡ് ലിസ്റ്റ് പറയാണ് ഓർഡേർഡ് ലിസ്റ്റ്. തേർഡ് വൺ ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പൊ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ക്ലിയർ? അപ്പൊ ഈ 3 ലിസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം അൺഓർഡേർഡ് ലിസ്റ്റ്. പേര് പോലെ തന്നെ എന്താണ്? ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഒരു ഓർഡറിലായിരിക്കും. അതായത് 1, 2, 3, 4 എന്ന് കൊടുത്താൽ മാത്രമേ അത് ഓർഡർ ആവത്തുള്ളൂ. ഒന്നാമത് കിടക്കുന്ന ആ ഐറ്റം, രണ്ടാമത് കിടക്കുന്ന ആ ഐറ്റം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കുറെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കുന്നു. അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നെങ്കിൽ ബുള്ളറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതർ ഗ്രാഫിക് സിമ്പൽ കൊണ്ടോ ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണ് മക്കളെ എന്ത്? അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതായത് ബുള്ളറ്റോ അല്ലെങ്കിൽ സ്ക്വയറോ സർക്കിളോ ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അൺഓർഡേർഡ് ലിസ്റ്റിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം. ആ മറ്റൊരു പേരെന്താണ് മക്കളെ? ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കുമല്ലോ. യെസ്, ഈ ബുള്ളറ്റഡ് ലിസ്റ്റ് അഥവാ അൺഓർഡേർഡ് ലിസ്റ്റിന് ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? ഈ ടാഗ് ആണ് UL ടാഗ് ഓപ്പണിംഗിന്റെയും UL ടാഗ് ക്ലോസിംഗിന്റെയും ഇടയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ക്ലിയർ? യെസ്, അപ്പൊ ആ അൺഓർഡേർഡ് ലിസ്റ്റിനകത്താണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടല്ലോ. ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ആണ് LA ടാഗ് ഓപ്പണിംഗിന്റെയും LA ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കാം. ക്ലിയർ? യെസ്, അപ്പൊ അതാണ് ഈ പറഞ്ഞ അൺഓർഡേർഡ് ലിസ്റ്റിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. ദെൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കാം. UL ടാഗ് ഓപ്പൺ ചെയ്തു. അതിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ദെൻ വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് എന്താ നമുക്കിപ്പോ പറഞ്ഞുതരാം. ദെൻ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റം കൊടുക്കുക. LA ടാഗ് ഓപ്പൺ ചെയ്തു, ഐറ്റം 1 കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. സെക്കൻഡ് ലിസ്റ്റ് ഓഫ് ഐറ്റം എന്താണോ ആ ഐറ്റം 2 എങ്ങനെ എടുക്കാം? LA ടാഗ് ഓപ്പൺ ചെയ്തു, ഐറ്റം 2 കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. ഓരോ ലിസ്റ്റ് ഓഫ് ഐറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ LA ടാഗ് അവിടെ ക്ലോസ് ചെയ്തിരിക്കണം. എന്നിട്ട് എത്ര ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ അൺഓർഡേർഡ് ലിസ്റ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം മക്കളെ? ഈ പറഞ്ഞ UL ടാഗ് ക്ലോസ് ചെയ്യുക. വേറെ പരിപാടിയൊന്നുമില്ല. യെസ്, അപ്പൊ ഇവിടെ വെക്കാം. ഒരു എക്സാമ്പിൾ പറയണം. ദെൻ ടൈപ്പ് ആട്രിബ്യൂട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ ഫ്രണ്ടിൽ ഏത് സിമ്പൽ വരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന മക്കൾ എന്ത്? ഈ പറഞ്ഞ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ടൈപ്പ് ഫിസിക്കൽ ഡിസ്ക് കൊടുക്കുകയാണ്. ടൈപ്പ് ഫിസിക്കൽ ഡിസ്ക് കൊടുക്കുകയാണെങ്കിൽ റാം, ദെൻ CPU, ക്യാഷ്, ഇങ്ങനെ വരും. ടൈപ്പ് ഫിസിക്കൽ ടു ഡിസ്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ടൈപ്പ് ഫിസിക്കൽ ടു ഡിസ്ക് കൊടുത്തില്ലെങ്കിലും, അതല്ല നമ്മൾ UL ടാഗ് എന്ന് മാത്രം കൊടുത്ത് UL ടൈപ്പ് ഫിസിക്കൽ ടു ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഈ പറഞ്ഞ ഐറ്റം വരും. ഡിസ്ക് രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെന്റ് ആയിട്ട് വരും. ഇനി ഒരു പക്ഷെ ടൈപ്പ് ഫിസിക്കൽ ഡിസ്ക് കൊടുത്തില്ല, നമ്മൾ എന്ത് മാത്രമേ കൊടുത്തുള്ളൂ മക്കളെ? UL ടാഗ് മാത്രമേ കൊടുത്തുള്ളൂ എങ്കിലും എന്ത് പ്രിന്റ് ചെയ്യും? ഇതിന്റെ ഫ്രണ്ടിൽ ഡിസ്ക് രീതിയിൽ റെപ്രസെന്റ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വെക്കാം. ടൈപ്പ് ഫിസിക്കൽ ടു സ്ക്വയർ. ടൈപ്പ് ഫിസിക്കൽ ടു സ്ക്വയർ ആണെങ്കിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ആണ് എങ്കിൽ
എന്ത് വരാം? ഈ പറഞ്ഞ ഐറ്റത്തിന്റെ ഫ്രണ്ടിൽ എന്താണ്? ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും മക്കളെ? ഈ പറഞ്ഞ ഡിസ്കിന് പകരം എന്ത് വരും? സ്ക്വയർ വരും. ഡിസ്കിന് പകരം സ്ക്വയർ വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ടൈപ്പ് ഇസിക്കൽ ടു സർക്കിൾ ആണ് എങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ എന്ത് വരാം? ഇതിന്റെ ഫ്രണ്ടിൽ എന്ത് വരാം? സർക്കിൾ വരാം. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിന്റെ വാല്യൂസ് അത് നോക്കിയിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റ ആട്രിബ്യൂട്ട് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്കത് ഒരു അൺനോഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടത്. ഇങ്ങനെയാണ്. ഹെഡിങ് എന്താണ്? അൺനോഡ് ലിസ്റ്റ് ഹെഡിങ് കൊടുത്തേപ്പോണ്ട്. Then while buying a computer, we have to consider many items. Here are some important items to consider. But why? Okay. Yes, എന്ത് ആയിക്കോട്ടെ. ഇംഗ്ലീഷിൽ എന്തൊക്കെ കൊടുത്തേക്കുണ്ട് മക്കളെ. എന്താണ് അത്? സെന്റൻസ് ചുമ്മാ ജസ്റ്റ് എന്താണ് വലിയ ഒരു പാരഗ്രാഫ് ടാഗിലോ അല്ലെങ്കിൽ ചുമ്മാ ബോഡി കൊടുത്തേക്കുവാണ്. നമ്മുടെ മെയിൻ ഐറ്റം എന്താണ് മക്കളെ? മെയിൻ ഐറ്റം എന്നാണ്ട് ഇതാണ്. ഓക്കെ, മെയിൻ ഐറ്റം എന്നാണ്ട് ഇതാണ്. റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസസർ എന്നാണ്. ഓക്കെ, നമുക്ക് ഇതാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ HTML പ്രോഗ്രാം ഫുൾ ആയിട്ടും കൊടുക്കാൻ പോകട്ടോ. അപ്പൊ ഇവിടെ ഇതെങ്ങനെ ചെയ്യാം? UL ടൈപ്പ് ഇസിക്കൽ ടു സ്ക്വയർ. ഇതിന് മുന്നേ HTML ഹെഡ് ടൈറ്റിൽ എല്ലാം ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ആണ്ടാ ഒരു പ്രോഗ്രാം കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് വേണം നമുക്ക്? HTML ഹെഡ് ടൈറ്റിൽ ബോഡി വരെ കൊടുത്തു, ബോഡി ടാഗ് വരെ കൊടുത്തു. ബോഡി ടാഗ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അവസാനം എന്താണ്? അടുത്ത ടാഗ് ആണ് മക്കളെ. അടുത്ത് കഴിഞ്ഞിട്ട് അവിടം വരെ ബോഡി ടാഗ് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ UL ടാഗ് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. UL ടാഗിൽ എന്താണ്? UL ടൈപ്പ് ഇസിക്കൽ ടു സ്ക്വയർ. കാരണം ഇതിന്റെ ഫ്രണ്ടിലുള്ള സിമ്പൽ എന്താണ്? സ്ക്വയർ ആണ് അല്ലേ? സ്ക്വയർ അല്ലേ? യെസ്, സമചതുരം അല്ലേ? യെസ്, സ്ക്വയർ ആണ്. ദെൻ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റം റാം ആണ്. LA ടാഗ് ഓപ്പൺ ചെയ്തു, റാം കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ലിസ്റ്റ് ഓഫ് ഐറ്റം എന്താ? ഹാർഡ് ഡിസ്ക് ആണ്. LA ടാഗ് ഓപ്പൺ ചെയ്തു, ഹാർഡ് ഡിസ്ക് കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. അടുത്ത ലിസ്റ്റ് ഓഫ് ഐറ്റം മദർ ബോർഡ് ആണ്. LA ടാഗ് ഓപ്പൺ ചെയ്തു, മദർ ബോർഡ് കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. അടുത്ത ലിസ്റ്റ് ഓഫ് ഐറ്റം പ്രൊസസർ ആണ്. LA ടാഗ് ഓപ്പൺ ചെയ്തു, പ്രൊസസർ കൊടുത്തു, LA ടാഗ് ക്ലോസ് ചെയ്തു. Then last one is നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കഴിഞ്ഞു, UL ടാഗും ക്ലോസ് ചെയ്തു. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് കണ്ടന്റ് വീഡിയോ ആണ്, റെക്കോർഡ് വീഡിയോ ആണ് എങ്കിലും ചോദിക്കും. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വാല്യൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിവിഷൻസ് വേണമെങ്കിൽ അത് പറയണം. നമുക്ക് ഒത്തുപിടിക്കാം, നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയി ഫുൾ മാർക്ക് കമ്പ്യൂട്ടർ സയൻസിന് മേടിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹം ഫുള്ളായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. യെസ്. ഇവിടെ ഓർഡർ ലിസ്റ്റ്. എന്താണ് ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നത്? ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ ഓർഡർ അല്ലേ, അഥവാ 1, 2, 3 എന്നോ ABCD എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുക. അഥവാ ന്യൂമറിക്കൽ ഓർഡറിലോ ആൽഫബറ്റിക്കൽ ഓർഡറിലോ ആണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? OL ടാഗ് ഓപ്പണിംഗിന്റെയും OL ടാഗ് ക്ലോസിംഗിന്റെയും ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കാം. OL ടാഗ് ഓപ്പണിംഗിന്റെയും OL ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാ മക്കളെ? LA ടാഗ് ഓപ്പണിംഗിന്റെയും LA ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണെങ്കിൽ LA ടാഗ് ഓപ്പണിംഗിന്റെയും LA ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും. ക്ലിയർ? യെസ്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് ടൈപ്പും സ്റ്റാർട്ട് ആട്രിബ്യൂട്ടും ഉണ്ട്. ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ടൈപ്പ് ഇസിക്കൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ 1, 2, 3 എന്ന് വരും. ഇപ്പൊ ഇത് ഡിഫോൾട്ട് വാല്യൂ ആണ്. ടൈപ്പ് ഇസിക്കൽ ടു 1 കൊടുത്തില്ലെങ്കിൽ കേട്ടോ, OL ടൈപ്പ് ഇസിക്കൽ ടു 1 എന്ന് കൊടുത്ത് എന്താ ഇവിടെ? 1 റാം, 2 CPU, 3 ക്യാഷ്, 3 ഐറ്റംസ് പറയണം അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്താലും കൊടുത്തില്ലേലും എന്ത് വരും മക്കളെ? ഈ ഒരു ഐറ്റം വരും കേട്ടോ. OL ടാഗ് മാത്രം കൊടുത്താലും എന്ത് വരും? ഈ പറഞ്ഞ 1, 2, 3 വരും. ഇപ്പൊ അതല്ല, എനിക്ക് ടൈപ്പ് ഇസിക്കൽ ടു A കൊടുക്കുകയാണ്. ടൈപ്പ് ഇസിക്കൽ ടു A എന്ന് കൊടുക്കുകയാണ് എങ്കിൽ ക്യാപിറ്റൽ A കൊടുത്തു. അപ്പൊ എന്ത് വരും? ലിസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ ഫ്രണ്ട് എന്ത് വരും മക്കളെ? ക്യാപിറ്റൽ A വരും. A B C. ഓക്കെ, ടൈപ്പ് ഇസിക്കൽ ടു
സ്മോൾ ലെറ്റർ എ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ എ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ എ ബി സി എന്ന് പറഞ്ഞ ലിസ്റ്റ് വരും. ടൈപ്പ് ഫിസിക്കലിൽ ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുക്കുകയാണ്. ദെൻ റോമൻ ന്യൂമറൽസ് ആണ് 1, 2, 3 എന്ന് വരും. സ്മോൾ ലെറ്റർ ഐ കൊടുക്കുകയാണെങ്കിൽ റോമൻ ന്യൂമറൽസ് സ്മോൾ ആയിട്ടുള്ള റോമൻ ന്യൂമറൽസ് വരും. 1, 2, 3 അങ്ങനെ വരും കേട്ടോ. ദെൻ 4 ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, ജസ്റ്റ് അതൊക്കെ നോക്കുക. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണ് രജിസ്റ്റർ ക്യാഷ് റാം ഹാർഡ് ഡിസ്ക്. ഇവിടെ 1, 2, 3 എന്ന് കൊടുത്തേക്കുവാണ് അല്ലേ. അപ്പൊ അതിന് മുന്നിൽ ഒരു ഹെഡിങ്ങും ഒരു ടെക്സ്റ്റ് കൊടുത്തേക്കുവാണ്. അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ നോക്കാം. കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. എന്താണ് മക്കളെ, ഈ പറഞ്ഞ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. എന്നിട്ടാണെങ്കിൽ H2 അലൈൻ ഫിസിക്കൽ സെന്റർ ഓഡിയോ ലിസ്റ്റ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഹെഡിങ്സ് നമ്മുടെ ഈ കണ്ടന്റ് എല്ലാം കൊടുത്തു. എന്നിട്ട് ഇവിടെ ഓയിൽ ടാഗ് ഓപ്പൺ ചെയ്തു. ഓയിൽ ടാഗ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് എന്താണ് രജിസ്റ്റേഴ്സ് ആണ്, എൽ ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാഷ് ആണ്, എൽ ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് റാം ആണ്, എൽ ടാഗ് ക്ലോസ് ചെയ്തു. എൽ ടാഗിനുള്ളിൽ കൊടുത്തു കേട്ടോ. ലിസ്റ്റ് എടുത്ത് നോക്കാം. ഹാർഡ് ഡിസ്ക് ആണ്, എൽ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അപ്പൊ അത് ഫുൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അടുത്താണ് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. എന്താണ് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. ബിഗിനിങ് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഒരു ഹെഡിങ് കൊടുത്തേപ്പുണ്ട്. അതിന്റെ തൊട്ട് താഴെ 5 രജിസ്റ്റേഴ്സ്, 6 ക്യാഷ്, 7 റാം, 8 ഹാർഡ് ഡിസ്ക്. ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താ മക്കളെ? 1 ആണോ? അല്ല, 5 ആണ്. അപ്പോൾ ബിഗിനിങ് വാല്യൂനോട് ചേഞ്ച് ചെയ്തേക്കുവാണ്. ബിഗിനിങ് വാല്യൂവിന് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ഏതാ? സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. നമുക്ക് നോക്കാം. OL ടൈപ്പ് ഇസ് ഇക്വൽ ടു I. കാരണം എന്താണ്? ഇതിന്റെ ടൈപ്പ് എന്താണ്? റോമൻ ന്യൂമറൽ സെല്ലിയോ അഥവാ ക്യാപിറ്റൽ ലെറ്റർ 1, 2, 3 റോമൻ ന്യൂമറൽ സെല്ലിയോ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ I ടൈപ്പ് കൊടുത്തു. സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ്? 5ാമത്തെ വാല്യൂ മുതലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാറേ എങ്കിൽ സ്റ്റാർട്ട് ഇസ് ഇക്വൽ ടു ഇങ്ങനെ കൊടുത്താൽ പോരെ? സ്റ്റാർട്ട് ഇസ് ഇക്വൽ ടു V എന്ന് കൊടുത്താൽ പോരെ? 5 എന്നല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ V എന്ന് കൊടുത്താൽ പോരെയോ? ഇല്ല. നമ്മൾ എന്ത് ആയിക്കോട്ടെ, ഇപ്പൊ ABCD ലെറ്റർ ആയിക്കോട്ടെ, ദെൻ റോമൻ ന്യൂമറൽസ് ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, എന്തുവാണെങ്കിലും സ്റ്റാർട്ടിന്റെ വാല്യൂ മസ്റ്റായിട്ട് എന്തുമായിരിക്കും? ഇന്റിജർ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ എത്രാമത്തെ നമ്പർ? നമുക്ക് 5ാമത്തെ നമ്പർ. അപ്പൊ സ്റ്റാർട്ട് ഇസ് ഇക്വൽ ടു 5. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ABCD വരുമ്പോഴാണെങ്കിൽ ഇപ്പൊ C കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലെ. C കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെങ്കിലും C എത്രാമത്തെ ലെറ്റർ ആ മക്കളെ? CABC 3ാമത്തെ ലെറ്റർ ആണ് C. അപ്പൊ സ്റ്റാർട്ട് ഇസ് ഇക്വൽ ടു 3 എന്ന് കൊടുക്കണം. ഒരിക്കലും C എന്നല്ല, സ്റ്റാർട്ട് ഇസ് ഇക്വൽ ടു 3 എന്ന് കൊടുക്കാം. ഓക്കെ, യെസ്. നോക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഡെഫിനിഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മക്കൾ എന്ത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ DL ടാഗ് ഓപ്പണിംഗിന്റെയും DL ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ഡെഫിനിഷൻ ലിസ്റ്റ് കൊടുക്കാം. ഇപ്പൊ DT ടാഗ് ഓപ്പണിംഗിന്റെ DT ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ടൈറ്റിൽ കൊടുക്കാം. ഡെഫിനിഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്താ? DD ടാഗ് ഓപ്പണിംഗിന്റെയും DD ടാഗ് ക്ലോസിംഗിന്റെ ഇടയ്ക്ക് കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. എന്റെ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് സാധാ ഒരു ടെക്സ്റ്റ് ആണ്. ഇത് രണ്ടുമാണ് ഡെഫിനിഷൻസ്. ഇതാണ് ഡെഫിനിഷൻ ടൈറ്റിൽ, ഇതാണ് ഡെഫിനിഷൻ. ഇതും ഡെഫിനിഷൻ ടൈറ്റിലാണ്, ഇത് ഡെഫിനിഷൻ. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആദ്യമായിട്ട് HTML പ്രോഗ്രാം എല്ലാം കൊടുക്കുകയാണ്. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡി ടാഗ് കൊടുത്തു, BG കളർ ഇസിക്കൽ ടു ഒരു കളർ കൊടുത്തു, ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ എല്ലാം കൊടുത്തു. ദെൻ H2 അലൈൻ ഇസിക്കൽ സെന്റർ കൊടുത്തു. ഹെഡിങ് എന്താ പറയുക? ഡെഫിനിഷൻ ലിസ്റ്റ് എന്നാണ് അല്ലേ. ഡെഫിനിഷൻ ലിസ്റ്റ് ഹെഡിങ് കൊടുത്തു.
എന്നിട്ട് എന്റെ തൊട്ട് താഴെ കിടക്കുന്ന ടുഡേ സൈബർ സെക്യൂരിറ്റി ഹാസ് ഇമെൻസ് റോൾ ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് എടുപ്പുണ്ട്. അതെല്ലാം റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡെഫിനിഷൻ ലിസ്റ്റിലോട്ട് വരാം. അപ്പൊ DL ടാഗ് ഓപ്പൺ ചെയ്തു. DL ടാഗ് ഓപ്പൺ ചെയ്തല്ലോ. യെസ്, അവിടെ ആട്രിബ്യൂട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ DL ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റിന് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഡെഫിനിഷൻ ടൈറ്റിൽ എന്താ നമ്മുടെ സ്പാം എന്നാണ് അല്ലെ. ഫസ്റ്റ് ഡെഫിനിഷൻ സ്പാം എന്നാണ്. അപ്പൊ എന്ത് ചെയ്തു? DT ടാഗ് ഓപ്പൺ ചെയ്തു, സ്പാം കൊടുത്തു, DT ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. അടുത്ത അതിന്റെ ഡെഫിനിഷൻ, സ്പാമിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഡെഫിനിഷൻ കൊടുക്കാൻ നമുക്ക് ടാഗ് എന്താണ്? DT ടാഗ് ഓപ്പൺ ചെയ്തു, സ്പാം ഈസ് അൺസോൾഡ് ഇമെയിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ദെൻ DT ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ഫിഷിംഗ് ആണ്. അടുത്ത ടൈറ്റിൽ. അടുത്ത ടൈറ്റിൽ നമ്മൾ ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ DT ടാഗ് ഓപ്പൺ ചെയ്ത് ഫിഷിംഗ് കൊടുത്തു, DT ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ഡെഫിനിഷൻ നോക്കാം. DT ടാഗ് ഓപ്പൺ ചെയ്ത് ഫിഷിംഗ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം എന്നാണ് ഫിഷിംഗിന്റെ ഡെഫിനിഷൻ കൊടുത്തേക്കുന്നു. DT ടാഗ് ക്ലോസ് ചെയ്തു, ആ ഡെഫിനിഷൻ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് DL ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. നമുക്ക് അടുത്തയാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കാനുള്ള ക്രിയേറ്റിംഗ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ വേണം നമ്മുടെ ഈ പറഞ്ഞ HTML പേജിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ആണ് ആങ്കർ ടാഗ് അഥവാ എ ടാഗ് ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെയും ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് href. href എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ടാണോ ലിങ്ക് പോകേണ്ടത്, ലിങ്ക് അഡ്രസ്. ഇപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വേറെ വെബ് പേജിലോട്ടൊക്കെ പോവല്ലോ, ആ വെബിന്റെ അഡ്രസ് കൊടുക്കുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ എന്ത്? href. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്ന href ഫിസിക്കൽ ടു എന്താണ്? ഹയർ സെക്കൻഡറി അല്ലെ. ഹയർ സെക്കൻഡറി എ ടാഗ് ഓപ്പൺ ചെയ്തു, ഒരു ലിങ്ക് കൊടുത്തേക്കുന്നു, എന്നിട്ട് ഇവിടെ ഹയർ സെക്കൻഡറി കൊടുത്തു. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഹയർ സെക്കൻഡറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.dhsckerala.gov.in എന്ന വെബ്സൈറ്റോട്ട് അത് പോകും, ആ ലിങ്ക് പോകും. അപ്പൊ അത്തരത്തിൽ ഇവിടെ എന്താണ്? hrefന്റെ വാല്യൂ ആയിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഈ ലിങ്ക് അഡ്രസ് കൊടുത്തേക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഇന്റേണൽ ലിങ്കിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഉണ്ട്. എന്താണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെയിം HTML ഡോക്യുമെന്റിന്റെ പർട്ടിക്കുലർ സെക്ഷനിലോട്ട് പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ പാർട്ടിലോട്ട്, ഇപ്പൊ ഒരു വെബ് പേജിൽ തന്നെയാണെങ്കിൽ പർട്ടിക്കുലർ പാർട്ടിലോട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അതാണെങ്കിൽ പർട്ടിക്കുലർ വെബ്സൈറ്റിന്റെ ആ സെയിം ഡോക്യുമെന്റിന്റെ പർട്ടിക്കുലർ സെക്ഷനിലോട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു ലിങ്കിങ് ആണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് നെയിം ആട്രിബ്യൂട്ട്. href അല്ല, നെയിം ആട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ നെയിം ബേസിക്കലി ഇൻട്രൊഡക്ഷൻ അഥവാ ഇൻട്രൊഡക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ സെക്ഷനിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് എയർ പൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എയർ പൊല്യൂഷൻ സെക്ഷനിലോട്ട് പോകും. അപ്പൊ നെയിം ബേസിക്കലി എയർ എന്ന് കൊടുത്താൽ അവിടെ എന്താണ്? അവിടെ എയറിന് പേരെ കൊടുക്കണം കേട്ടോ. യെസ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു വെബ് പേജിൽ നിന്ന് അനദർ വെബ് പേജിലോട്ടാണെങ്കിൽ ലിങ്ക് പോകുന്നതാണ് മകൾ എന്ത്? എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണ് href ഫിസിക്കൽ ടു നമ്മളെ scrt@kerala.gov.in എന്നിട്ട് scrt എന്നാണ് scrt എന്ന് കൊടുത്തു, ദെൻ എ ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? യെസ്. പറയുന്നില്ലേ? അപ്പൊ ഇത് ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമെയിൽ ലിങ്ക്. ഇമെയിൽ ലിങ്കിങ്. എന്താണ് ഇമെയിൽ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ? ഇമെയിൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ലിങ്ക് ടു അഡ്രസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇമെയിൽ ലിങ്കിങ് വരുത്താം. അതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് മെയിൽ ടു പ്രോട്ടോകോൾ. അതാണ് മെയിൽ ടു പ്രോട്ടോകോൾ. യെസ്. ഇവിടെ നോക്കാം. href ഫിസിക്കൽ ടു മെയിൽ ടു ഫുൾ കോളം കൊടുത്തു. നമുക്ക് ടു അഡ്രസ് വരേണ്ടത് ഏത് മെയിൽ അഡ്രസ് ആണോ ആ മെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് scrt കൊടുത്തു. അപ്പൊ scrt ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് മക്കളെ? നമ്മുടെ ടു അഡ്രസ്സിൽ എന്ത് വരും? ഈ മെയിൽ അഡ്രസ് വരും. ഓക്കെ, then എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് hrefന്റെ കൂടെ വേറെ പ്രോട്ടോകോൾ യൂസ് ചെയ്യണം, മെയിൽ ടു പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇമെയിൽ ലിങ്ക് പോസിബിൾ ആവത്തുള്ളൂ. ക്ലിയർ?
യെസ്. നെക്സ്റ്റ് ആണ് മക്കളെ ഇൻസെർട്ടിങ് മ്യൂസിക് ആൻഡ് വീഡിയോസ്. മ്യൂസിക്കും വീഡിയോസും ഇതിന്റെ കുറെ യൂസസും അതിന്റെ എക്സാമ്പിളും പഠിക്കട്ടെ, വേറെ പരിപാടിയൊന്നുമില്ല. മ്യൂസിക്കും വീഡിയോസും ഇൻസെർട്ട് ചെയ്യാൻ നമുക്ക് ടാഗ് ആണ് എംബഡ്. അതാണ് എംബഡ് ടാഗ്. അതാണ് എംബഡ് ടാഗ്. എംബഡ് ടാഗ് എന്ന് വിളിക്കും. എംബഡ് ടാഗിന്റെ ഏറ്റവും മെയിൻ ആട്രിബ്യൂട്ട് ആണ് SRC ആട്രിബ്യൂട്ട് ആണ്. SRC ആട്രിബ്യൂട്ട് എന്താണ്? SRC ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ സോഴ്സ് അഡ്രസ് കൊടുക്കുക. എന്താണോ അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഈ പറഞ്ഞ വീഡിയോ ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ അതിന്റെ ഈ പറഞ്ഞ ലിങ്ക് കൊടുക്കുന്ന നമ്മൾ എന്ത് ഈ പറഞ്ഞ SRC ആട്രിബ്യൂട്ട് എന്ന് പറയാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇതാണ് എംബഡ് SRC song 1.mp3. ഒന്നെങ്കിൽ ആ song 1.mp3 എവിടെയാണോ ഫയൽ കിടക്കുന്നത് ആ ഫയലിന്റെ ലൊക്കേഷൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ അതിന്റെ വിഡ്ത്ത് കൊടുത്ത് ഇത് എത്ര വിഡ്ത്ത് വേണം, ദെൻ ഹൈറ്റ് എത്ര വേണം എന്ന് കൊടുക്കുന്നതാണ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും ആട്രിബ്യൂട്ട്. ദെൻ എന്നിട്ട് എംബഡ് ടാഗ് ക്ലോസ് ചെയ്തു. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അതേപോലെ വീഡിയോ ലിങ്കും അങ്ങനെ കൊടുക്കുക. വീഡിയോ ലിങ്കും അങ്ങനെ കൊടുക്കുക കേട്ടോ. വീഡിയോ ലിങ്കും അങ്ങനെ തന്നെ കൊടുക്കാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾസ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ടേബിൾസ് ക്രിയേഷൻ ആണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ടേബിൾ ക്രിയേഷൻസ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലതാണ്. ഓക്കെ, ഇവിടെ ടേബിൾ ക്രിയേഷൻസ് എന്ന് പറയുമ്പോൾ ടേബിൾ ടാഗ് ഓപ്പണിങ്ങിന്റെയും ടേബിൾ ടാഗ് ക്ലോസിങ്ങിന്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കാം? ടേബിൾ കണ്ടന്റ് കൊടുക്കാം. ടേബിളിന്റെ സബ് ടാഗ്സുകളെല്ലാം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ HTML-നകത്താണെങ്കിൽ നമ്മുടെ ഈ സബ് ടാഗ്സുകളൊക്കെയാണ്. സബ് ടാഗ്സുകളാണെങ്കിൽ TH ടാഗ്, TR ടാഗ്, TD ടാഗ്, 3 ടാഗ്സുകളുണ്ട്. TH ടാഗ്, TR ടാഗ്, TD ടാഗ്. ഓക്കെ, യെസ്. അപ്പൊ TH ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മക്കളെ ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് TH ടാഗ്. ദെൻ റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് TR ടാഗ്. TD ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കൊടുക്കുക, ഡേറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, നമ്മളിനി പറയും കേട്ടോ. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ഓഫ് ടേബിൾ ടാഗ് ഏതൊക്കെയാണ്? ടേബിൾ ടാഗിന്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണ്? ടേബിൾ ടാഗിന്റെ ആട്രിബ്യൂട്ട്സിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ബോർഡർ. അതാണ് ബോർഡർ ആട്രിബ്യൂട്ട്. എന്താണ് ബോർഡർ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബോർഡർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ബോർഡറിന്റെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ബോർഡറിന്റെ തിക്നെസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ബോർഡർ ആട്രിബ്യൂട്ട്. ദെൻ ആ കൊടുത്തിരിക്കുന്ന ബോർഡറിന്റെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ബോർഡർ കളർ ആട്രിബ്യൂട്ട്. ദെൻ അലൈൻമെന്റ് എന്ന് പറയാൻ നമ്മുടെ ടേബിൾ എങ്ങനെയാണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എവിടെയാണോ അലൈൻ ചെയ്യേണ്ടത് അത് കൊടുക്കുന്നതാണ് അലൈൻ ആട്രിബ്യൂട്ട്. ദെൻ BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് BG കളർ എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് അടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട്. സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ് എന്ന് പറഞ്ഞിരിക്കട 2 സെൽസിനിടയ്ക്കുള്ള സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് എന്താ സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാല്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റിന്റെയും സെൽ ബോർഡറിന്റെയും ഇടയ്ക്കുള്ള സ്പേസിംഗ്. കണ്ടന്റിന്റെയും സ്പേസ് ബിറ്റ്വീൻ കണ്ടന്റ് ആൻഡ് ബോർഡർ കേട്ടോ. സെൽ കണ്ടന്റ് ആൻഡ് ബോർഡർ, ഇതാണ് സെൽ പാഡിംഗ്. സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ സ്പേസിംഗ് ആൻഡ് സെൽ പാഡിംഗ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ? ഈ ഒരു ഐറ്റം പഠിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇവിടെ നോക്കാം. യെസ്, നമുക്ക് ഇനി അടുത്ത് നോക്കാം. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് 3 ടാഗ്സുകൾ പറയുന്നത് TR ടാഗ്. TR ടാഗ് എന്ന് പറയുമ്പോൾ റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് TR ടാഗ്. റോ നമുക്ക് എപ്പോഴും റോ വൈസ് ആണ് കണ്ടന്റ് കൊടുക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ടേബിളിനകത്ത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെ റോ വൈസ് ആയിരിക്കും കണ്ടന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ റോ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് TR ടാഗ്. നെക്സ്റ്റ് TH ടാഗ്, ആ ടേബിളിന്റെ ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് TH ടാഗ് എന്ന് പറയുന്നത്. ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്നാണ് TH ടാഗ്. ഓക്കെ, നെക്സ്റ്റ് TD ടാഗ്, കണ്ടന്റ് അഥവാ ഡേറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ TD ടാഗ് എന്ന് പറഞ്ഞാൽ അഥവാ ആ ഒരു റെക്കോർഡ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? യെസ്. നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. യെസ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ടേബിൾ പറയുന്നുണ്ട് റോൾ നമ്പർ, നെയിം, 1 ആലിയ, 2 ആലിയ. സിമ്പിൾ ടേബിൾ ആണ് കേട്ടോ. യെസ്, ഈ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
ഇവിടെ സെൽ സ്പേസിങ് കൊടുത്തേപ്പുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് HTML ടാഗ് ഓപ്പൺ ചെയ്തു. എല്ലാ HTML-നകത്തും ഫസ്റ്റ് പ്രൈമറി ടാഗ് HTML ടാഗ് ആയിരിക്കും. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ടേബിൾ ബോർഡർ ഇസിക്കൽ ടു 2 കൊടുത്തു, സെൽ സ്പേസിങ് കൊടുക്കണം. സെൽ സ്പേസിങ് സെൽ പാഡിങ് കൊടുക്കട്ടോ, അതൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല തൽക്കാലം. ഓക്കെ, ഇപ്പം കൊടുത്തേക്കല്ലേ. യെസ്, സെൽ സ്പേസിങ് ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. സെൽ സ്പേസിങ് ഇസിക്കൽ ടു 2 കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് റോ, നമ്മുടെ ഫസ്റ്റ് റോയിൽ കിടക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് മക്കളെ കിടക്കുന്നത്? ഫസ്റ്റ് റോയിൽ കിടക്കുന്നത് എന്താണ്? ഫസ്റ്റ് റോയിൽ കിടക്കുന്ന റോൾ നമ്പറും നെയിമും. അപ്പൊ ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തു. അപ്പൊ TR ടാഗ് ഓപ്പൺ ചെയ്തല്ലോ, TR ടാഗ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് കിടക്കുന്ന ഹെഡിങ്സ് എന്താണ്? റോൾ നമ്പറും നെയിമുമാണ്. അപ്പൊ ആദ്യം റോൾ നമ്പർ TH ടാഗ് ഓപ്പൺ ചെയ്തു. കാരണം റോൾ നമ്പറും നെയിമും ഹെഡിങ്സുകളാണ്. ഹെഡിങ്സ് കൊടുക്കാനുള്ള ടാഗ് എന്താണ്? TH ടാഗ് ആണ്. അപ്പൊ റോൾ നമ്പർ എന്താണ്? TH ടാഗ് ഓപ്പൺ ചെയ്തു, റോൾ നമ്പർ കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. TH ടാഗ് ഓപ്പൺ ചെയ്തു, നെയിം കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? യെസ്. അപ്പൊ അവിടെ എന്തായി മക്കളെ? നമ്മുടെ ആ റോ കംപ്ലീറ്റ് ആയി. ആ റോ കംപ്ലീറ്റ് ആയിട്ട് TR ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്ത റോയിൽ എന്താണ് കിടക്കുന്നത്? അടുത്ത റോയിൽ കിടക്കുന്നത് 1 ആലിയ എന്നാണ് അല്ലേ? 1 ആലിയ എന്നാണ്. 1 ആലിയ എന്ന് പറയുമ്പോൾ TR ടാഗ് ഓപ്പൺ ചെയ്തു, TD ഓപ്പൺ ചെയ്തു, 1 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TD ഓപ്പൺ ചെയ്തു, ആലി കൊടുത്ത് TD ക്ലോസ് ചെയ്തു. ആ റോ കംപ്ലീറ്റ് ആയില്ലയോ? എങ്കിൽ TR ടാഗ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്തു. അടുത്ത റോയിൽ എന്താ കിടക്കുന്നത്? 2 അരുൺ കിടക്കുന്നു അല്ലെ? 2 അരുൺ കിടക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? TD കൊടുത്തു, 2 കൊടുത്തു, TD ക്ലോസ് ചെയ്തു. TD കൊടുത്തു, അരുൺ കൊടുത്തു, TD ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് എന്താ മക്കളെ? നെക്സ്റ്റ് TR ടാഗ് ക്ലോസ് ചെയ്തു, ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് നമ്മുടെ 2 ആട്രിബ്യൂട്ട്സുകളാണ്. നമ്മുടെ TH ടാഗിന്റെയും TD ടാഗിന്റെയും ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ്. നോക്കാം. ഫസ്റ്റ് ആട്രിബ്യൂട്ട് അലൈൻ ആട്രിബ്യൂട്ട്. നമ്മുടെ ഈ പറഞ്ഞ THയിലെയും TDയിലെ കണ്ടന്റ്സുകൾ എവിടെയാണോ കൊടുക്കേണ്ടത്, ഇപ്പൊ ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റിലാണെങ്കിൽ റൈറ്റ്, സെന്ററിലാണെങ്കിൽ സെന്റർ, അത് കൊടുക്കുന്നതാണ് അലൈൻ. വെർട്ടിക്കൽ അലൈൻമെന്റ് കൊടുക്കുന്നതാണ് V അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. BG കളർ എന്ന് പറഞ്ഞാൽ ആ TH അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതാണ് TH BG കളർ എന്ന് പറഞ്ഞാൽ. കോൾ സ്പാനും റോ സ്പാനും ആണ് ഇനി പറയാൻ പോകുന്നത്. കോൾ സ്പാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറഞ്ഞ ഒരു കണ്ടന്റ്, ഇപ്പൊ ഈ പറഞ്ഞ ഡേറ്റ ആയിക്കോട്ടെ, ഹെഡിങ് ആയിക്കോട്ടെ, ഏത് കണ്ടന്റ് ആയിക്കോട്ടെ, ആ കണ്ടന്റ്സ് എത്ര നമ്പർ ഓഫ് പർട്ടിക്കുലർ സെൽസിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് കോളംസിലാണ് ഒക്കുപ്പൈ ആയി കിടക്കുന്നത് എന്ന് പറയും കോൾ സ്പാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയും, മനസ്സിലായിക്കോളും. ദെൻ റോ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് റോസിലാണ് ഈ പറഞ്ഞ കണ്ടന്റ് കിടക്കുന്നത് എന്ന് പറയുന്ന നമുക്ക് എന്ത്? റോ സ്പാൻ എന്ന് പറയും അല്ലെ? റോ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒക്കെ ഒരു ടേബിൾ നോക്കാം. ഒരു ടേബിളിൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഹെഡിങ് കിടക്കുന്നു അല്ലെ? നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ഹെഡിങ് കിടക്കുകയാണ്. അപ്പം ഇവിടെ വെക്കാം ഇയർ 2014, 15, 75, 88 ഇങ്ങനെ കിടക്കുവാണേ. യെസ്, ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് നോക്കാം, നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടേബിളിന്റെ ബോർഡർ ബോർഡർ തിക്നെസ് 1 കൊടുത്തു, സെൽ സ്പേസിംഗ് 3 കൊടുത്തു, സെൽ പാഡിംഗ് 5 കൊടുത്തു. ദെൻ ഇവിടെ നോക്കാം, ഫസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് റോ സാറ് ഓപ്പൺ ചെയ്തു, TR ടാഗ് വെച്ചിട്ട് ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ഫസ്റ്റ് റോയിൽ എന്താണ് മക്കളെ കിടക്കുന്നത്? ഹെഡിങ് അല്ലയോ? TH ടാഗ് അല്ലേ? അപ്പൊ ഹെഡിങ് ആകുമ്പോൾ TH ടാഗ്. അപ്പോൾ ഈ ഹെഡിങ് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ എത്ര കോളത്തിലായിട്ട് കിടക്കുന്നത്? ഇവിടെ നോക്കാം, 1, 2, 3.
മൂന്ന് കോളത്തിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹെഡിങ് ആണ് മക്കളെ എന്ത് ഈ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഈ TH ടാഗിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് എന്താ മക്കളെ, കോൾ സ്പാൻ കൊടുക്കുക. അപ്പൊ എന്താണ്, TH ടാഗ് കൊടുത്തു, കോൾ സ്പാൻ ഇസിക്കൽ ടു 3 എന്ന് കൊടുത്തു, കോൾ സ്പാൻ ഇസിക്കൽ 3 എന്ന് കൊടുത്തു. ദെൻ അവിടെ ഹെഡിങ് എന്ത് കൊടുത്തു, നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് കൊടുത്തു. ദെൻ TH ടാഗ് ക്ലോസ് ചെയ്തു. ഇതാണ് TH ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗും ക്ലോസ് ചെയ്തു. ആ റോ കംപ്ലീറ്റ് ആയില്ലയോ, മക്കളെ, ആ റോ കംപ്ലീറ്റ് ആയി അല്ലേ, ആ റോ കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഓക്കെ, സെറ്റ് അല്ലേ. ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അടുത്ത റോയിൽ ഫസ്റ്റ് കിടക്കുന്ന ഇയർ ആണ്. ഇയർ എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്, അതും ഹെഡിങ് ആണ്. അപ്പൊ TH ടാഗ് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ട് ഇയർ ആണെങ്കിൽ എത്ര റോസിലാണ് വ്യാപിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ ഒക്കുപ്പേ ആയി കിടക്കുന്നത്, 1, 2 റോസിൽ കിടക്കുന്ന ഹെഡിങ് അല്ലോ ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് കൊടുക്കാം, TH റോസ് സ്പാൻ ഇസിക്കൽ 2 കൊടുത്തു, ഇയർ കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇയർ കൊടുത്ത് TH ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അവിടെ എന്ത് ചെയ്യാം മക്കളെ, ആ സെയിം റോയിൽ തന്നെ 2014 75 കിടക്കുന്നില്ലേ. അപ്പൊ TD ടാഗ് ഓപ്പൺ ചെയ്തു, 2014 കൊടുത്തു, TD ടാഗ് ക്ലോസ് ചെയ്തു. TD ടാഗ് ഓപ്പൺ ചെയ്ത് 75 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ. നെക്സ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്തു, TD ടാഗ് എന്താണ് അടുത്ത റോ എന്താണ് 2015 88 അല്ലേ. അപ്പൊ TD ടാഗ് ഓപ്പൺ ചെയ്തു, 2015 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. TD ഓപ്പൺ ചെയ്ത് 88 എടുത്ത് TD ക്ലോസ് ചെയ്തു. TR ടാഗ് ക്ലോസ് ചെയ്തു. ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് റോ സ്പാനും കോൾ സ്പാനും വെച്ചിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ, എവിടെയും ചോദിക്കുന്ന ഐറ്റം ആണ് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റല്ലേ. നെക്സ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ചെയ്തു വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. ഫ്രെയിം സെറ്റ് ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. വളരെ ഓർത്തിരിക്കുക, ഫ്രെയിം സെറ്റ് എന്താ നമുക്ക് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, നമ്മുടെ ബ്രൗസർ വിൻഡോയാണെങ്കിൽ ഡിഫറെന്റ് ഫ്രെയിം സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ബ്രൗസർ വിൻഡോയാണെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രെയിം സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ. ഫ്രെയിം സെറ്റ് ടാഗ് നമ്മളെ ഫ്രെയിം സെറ്റ് ടാഗിന്റെ ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെയും ഇടയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് കോൾസ്, റോസ്, ബോർഡർ കേട്ടോ. കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കട്ടെ, നമ്പർ ഓഫ് വെർട്ടിക്കൽ ഫ്രെയിംസ് എത്രയുണ്ടോ, കോൾസ് ഇസിക്കൽ ടു നമ്മൾ 3 എണ്ണത്തിന്റെ സൈസ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഫോർ എക്സാമ്പിൾ കോൾസ് 30%, 500 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ 3 ഫ്രെയിംസ് ആണ് അത്. നെക്സ്റ്റ് റോസ് ഇസിക്കൽ സെയിം കൊടുക്കുകയാണെങ്കിൽ, റോസ് സിമിലർ ആയിട്ട് കോൾസിന് വരെ റോസ് കൊടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്രെയിംസ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് ബോർഡർ, ആ ഓരോ ഫ്രെയിംസിന്റെ ബോർഡറിന്റെ തിക്നെസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ബോർഡർ ആട്രിബ്യൂട്ട് കേട്ടോ. പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഇതാണ്. നെക്സ്റ്റ് ഫ്രെയിം ടാഗ് എന്ന് പറഞ്ഞാൽ അതൊരു MD ടാഗ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഫ്രെയിം സെറ്റ് ടാഗ് കണ്ടെയ്നർ ടാഗും ഫ്രെയിം സെറ്റ് ടാഗിന്റെ ഉള്ളിൽ വരുന്ന ഫ്രെയിം ടാഗ് എന്താണ്, അതൊരു MD ടാഗ് ആണ്, അത് ഓർത്തിരിക്കണം. യെസ്, ഇവിടെ നോക്കാം, ഫ്രെയിം ടാഗ് ഒരു MD ടാഗ് ആണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അത്. ഫ്രെയിം ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? മെയിൻ ആട്രിബ്യൂട്ട് ആണ് SRC. എന്താണ് SRC എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ എങ്ങോട്ടാണ് ലിങ്ക് പോകേണ്ടത്, അതാണ് നമുക്ക് എന്ത് SRC ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ടെക്സ്റ്റ് എക്സീഡ് ആണ്, അപ്പൊ ആ ഫ്രെയിമിനകത്ത് ഈ ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നമുക്ക് അതിനകത്തുള്ള കണ്ടന്റ് സ്ക്രോൾ ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കാം, സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിന്റെ ഫ്രെയിമിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 ഫ്രെയിംസ് പറയുകയാണ്. ഫസ്റ്റ് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഫ്രെയിം സെറ്റ് റോസ് ഇസിക്കൽ ടു 20%, 30%, 50%. 3 വെർട്ടിക്കൽ ഫ്രെയിംസ് ആണ്, ഹൊറിസോണ്ടൽ ഫ്രെയിംസ് ആണ്. ദെൻ എന്ത് ചെയ്യാം മക്കളെ, ഫ്രെയിം SRC ഇസിക്കൽ ടു ഫസ്റ്റ് ഫ്രെയിമിന്റെ അഡ്രസ് ഇതാണ്,
സെക്കൻഡ് ഫ്രെയിം SRC സാമ്പിൾ ഫ്രെയിം 2.html അത് കൊടുത്തു. ഫ്രെയിം SRC സാമ്പിൾ ഫ്രെയിം 3.html അത് കൊടുത്തു. ദെൻ ഫ്രെയിം സെറ്റ് ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് ഫോംസ് ഇൻ എ വെബ് പേജ്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ഇതാണ്, ഫോംസ് സെക്ഷൻ ആണ്. ഫോം എന്ന് പറയുന്നത് ഫോം ടാഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫോം ടാഗ് ഓപ്പണിങ്ങിന്റെയും ഫോം ടാഗ് ക്ലോസിന്റെ എടുത്ത് കൊടുക്കാം. നമുക്ക് ഫോം സെക്ഷൻസ് എല്ലാം കൊടുക്കാം. ഫോമിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സുകളൊക്കെയാണ്. ഫസ്റ്റ് വണ്ണാണ് ആക്ഷൻ ആട്രിബ്യൂട്ട് അല്ലേ? അതാണ് ആക്ഷൻ ആട്രിബ്യൂട്ട്. ആക്ഷൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഫോം നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണോ ലിങ്ക് പോകേണ്ടത് അതാണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് മെത്തേഡ്, നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഗെറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് യൂസ് ചെയ്യാം അതവിടെ പറയാം. നെക്സ്റ്റ് ടാർഗറ്റ് പല ടാർഗറ്റ് ഉണ്ട്. നമുക്ക് എന്താണ് ഈ പറഞ്ഞ വിൻഡോ അല്ലെങ്കിൽ ഫ്രെയിം, നമുക്ക് എന്താണോ ഏത് ഫ്രെയിമിലോട്ടാണോ പോകേണ്ടത് ആ ടാർഗറ്റിംഗ് ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ടാർഗറ്റിംഗ് വിൻഡോ എന്താ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട 3 കാര്യങ്ങളാണ് ഫോം കൺട്രോൾസുകൾ മക്കളെ കേടാ. ഫോം കൺട്രോൾസുകൾ 3 എണ്ണമാണ് പഠിക്കുന്നത്. ഇൻപുട്ട് ടാഗ്, ടെക്സ്റ്റ് ഏരിയ ടാഗ്, സെലക്ട് ടാഗ്. ഇൻപുട്ട് ടാഗ്, ടെക്സ്റ്റ് ഏരിയ ടാഗ്, സെലക്ട് ടാഗ്, ഇത് 3 നമ്മുടെ ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വണ്ണാണ് ഇൻപുട്ട് ടാഗ്. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ദെൻ പിന്നെയാണെങ്കിൽ ഈ ചെക്ക് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ. ഇൻപുട്ട് ടാഗിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ആട്രിബ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ആട്രിബ്യൂട്ടിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ്. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ടൈപ്പ് സിക്കൽ വാല്യൂസ് കൊടുക്കുമല്ലോ, വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് വാല്യൂ ആണ് ടെക്സ്റ്റ്. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് ഇസിക്കൽ ടെക്സ്റ്റ്. ദെൻ പാസ്വേഡ് ബോക്സ് അഥവാ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്, പക്ഷെ എന്താണ് അതിനകത്തുള്ള ലെറ്റേഴ്സുകളല്ല കോഡഡ് സിമ്പിൾസുകളായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഇസിക്കൽ ചെക്ക് ബോക്സ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനും അൺചെക്ക് ചെയ്യാനും, നമ്മൾ ഹോബീസ് ഒക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഹോബീസ് നമ്മൾ സെലക്ട് ചെയ്യാറില്ല മക്കളെ. യെസ്, അതാണ് നമുക്ക് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് റേഡിയോ, നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യും. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് ആ മെയിൽ ഓർ ഫീമെയിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ആ റേഡിയോ, നമ്മൾ നടക്കുന്ന ഒരു സിമ്പിളാണ്, നടുവ് സർക്കിൾ പോലത്തെ സിമ്പിൾ അല്ലേ? അതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. റീസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോമിൽ എൻ്റർ ചെയ്ത് വെക്കുന്ന എൻട്രീസ് എന്നെല്ലാം റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റീസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോമിനെ ആണെങ്കിൽ നമ്മുടെ സർവറിലോട്ട് ലോഡ് ചെയ്യുക, അതാണ് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ പറയാണ് ബട്ടൺ. നമുക്ക് ഈ പ്രോഗ്രാമിൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇൻപുട്ട് വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർ ആട്രിബ്യൂട്ട്സിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നെയിം, പാസ്വേഡ്. ഇവിടെ എന്താണ് മക്കളെ? ഒരു ഫോം ഉണ്ട്. ബ്രൈറ്റ്നസ് കുറവാണ്. ഇവിടെ ഫോം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് ബോക്സ്, നെയിം ഉണ്ട്, ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല, ബ്രൈറ്റ്നസ് കുറവാണ്. യെസ്, ഇവിടെ എന്താണ്? ക്ലിയർ, സെൻഡ്, 2 ബട്ടൺസ് ഉണ്ട് കേട്ടോ. ക്രിയേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ആദ്യമായിട്ട് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. BG കളർ സിക്കിൽ നമ്മൾ ഒരു പിങ്ക് കൊടുത്തു. ദെൻ ഫോം ആക്ഷൻ സിക്കിൽ നമ്മൾ ഒരു login.php കൊടുത്തു. മെത്തേഡ് സിക്കിൽ പോസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് എന്താ മക്കളെ? ഫസ്റ്റ് നടക്കുന്നത് ഫസ്റ്റ് നെയിം ആണ്. നെയിം എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നെയിം ഫുൾ കോളം കൊടുത്തു. അതിനുശേഷം നെയിമിന് ശേഷം കുറെ സ്പേസ് കിടപ്പുണ്ട്. സ്പേസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു എൻറ്റിറ്റി ആണെന്ത്? ആന്റി MBSP അല്ലേ? അപ്പൊ ആന്റി MBSP സെമിക്കോളൻ, ആന്റി MBSP സെമിക്കോളൻ, ആന്റി MBSP സെമിക്കോളൻ. അപ്പൊ 3 ടാബ് സ്പേസ് അവിടെ കൊടുത്തു കഴിഞ്ഞു. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഇക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഇസ് ഇക്വൽ ടു ഫസ്റ്റ് നെയിം, സൈസ് ഇസ് ഇക്വൽ ടു 30, മാക്സ് ലെങ്ത് ഇസ് ഇക്വൽ ടു 25. അപ്പൊ എന്താണ്? ആ ടെക്സ്റ്റ് ബോക്സിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം കൊടുത്തു. ദെൻ p ടാഗ് ക്ലോസ് ചെയ്തു. അടുത്ത് കിടക്കുന്ന പാസ്വേഡ് ആണല്ലേ? അപ്പൊ പാസ്വേഡ് ഫുൾ കോളം കൊടുത്തു അല്ലെ? പാസ്വേഡ് ഫുൾ കോളം കൊടുത്തു.
ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ പാസ്വേഡ് എന്ന് കൊടുത്തു. നെയിം ഇസിക്കൽ നെയിം ഇഷ്ടമുള്ള കൊടുക്കുക, നെയിം ഇഷ്ടമുള്ള കേട്ടോ. നെയിം ഇന്ന പാസ്വേഡ് തന്നെ നിർബന്ധമില്ല, പി എന്നെല്ലാം കൊടുക്കുക, ഒരു കുഴപ്പമില്ല. സൈസിൽ 30 കൊടുത്ത് മാക്സിമം നമ്മളെ 25 എടുത്തു. മാക്സിമം ലെങ്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അവിടെ വരേണ്ടത്, പാസ്വേഡ് വരേണ്ടത്, അതാണ് നമ്മളെ മാക്സിമം എന്ന് പറയുന്നത്. അത് ഇൻപുട്ട് ടാഗ് ഒരിക്കലും ക്ലോസ് ചെയ്യേണ്ട കാര്യം. ഇൻപുട്ട് എന്താ നമ്മളെ ഒരു MD ടാഗ് ആണ്, ഓർത്തിരിക്കട്ടോ. ഇൻപുട്ട് എന്താണ്, ഒരു MD ടാഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് BR ടാഗ് കൊടുത്തു. BR ടാഗ് കൊടുത്തതിന്റെ കാര്യം നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം താഴെ വരുന്നത്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും BR ടാഗ് കൊടുക്കും ഇവിടെ. അപ്പൊ ഇവിടെ ഇവിടെ താഴെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ക്ലിയർ വാല്യൂ ഉണ്ട്. ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലിയറും ഉണ്ട്, സെൻഡും ഉണ്ട്. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഏത് എൻട്രി ആണ്, നമുക്ക് റീസെറ്റ് ആണ് അല്ലേ, റീസെറ്റ് അല്ലേ ടൈപ്പിൽ വരുന്നത്. അപ്പൊ എല്ലാ വാല്യൂസിനും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ എന്താ എടുക്കാം, ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു റീസെറ്റ്, വാല്യൂ ഇസിക്കൽ ടു ക്ലിയർ. നെക്സ്റ്റ് സബ്മിറ്റ്. സബ്മിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സർവറിലോട്ട് ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്ത് കൊടുക്കാം, ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ സബ്മിറ്റ്, വാല്യൂ ഇസിക്കൽ സെൻഡ്. ദെൻ ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, സെറ്റ് അല്ലേ. നെക്സ്റ്റ് പറയുന്നതാണ് നമുക്ക് എന്താണ് നമ്മളെ സെലക്ട് ബോക്സ്. സെലക്ട് അടുത്ത കൺട്രോൾ ആണ് സെലക്ട്. സെലക്ട് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളെ ഈ പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എന്ത് ഈ പറഞ്ഞ സെലക്ട് ടാഗ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് ഓപ്ഷൻ ടാഗ് കൊടുത്തു, ഓപ്ഷൻ ഐറ്റം 1 കൊടുത്ത് ഓപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്തു. ഓപ്ഷൻ 2 കൊടുത്തു, ഐറ്റം 2 കൊടുത്തു, ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ഓരോ ഓപ്ഷൻസ് നമുക്ക് ഈ ഓപ്ഷൻ ടാഗിനുള്ളിൽ കൊടുക്കാം. ദെൻ സെലക്ട് ടാഗ് ക്ലോസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇനിയാണ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യണം, ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നാഷണാലിറ്റി ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്ക. ഇന്ത്യൻ ഇവിടെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ദെൻ ഫോം ആക്ഷൻ ഇസിക്കൽ ടു അത് ലോഡ് ചെയ്യേണ്ട ഇങ്ങോട്ടാണ്, അത് ഇങ്ങോട്ടാണ്, ആ PHP പേജിലോട്ട് ലോഡ് ചെയ്യണം. മെത്തേഡ് ഇസിക്കൽ പോസ്റ്റിലോട്ട് വരണം. ദെൻ നാഷണാലിറ്റി ഇസിക്കൽ ടു ഫുൾ കോളൻ അല്ലേ, നാഷണാലിറ്റി ഇസിക്കൽ ഫുൾ കോളൻ ഇവിടെ വെക്കാം. നാഷണാലിറ്റിയുടെ താഴെ എന്താണ് നമുക്ക് എന്ത് വരണോടാ, നാഷണാലിറ്റി ഫുൾ കോളൻ. സെലക്ട് നെയിം ഇസിക്കൽ നാഷണാലിറ്റി, നെയിം എന്താ നാഷണാലിറ്റി ആയിരിക്കണം. സൈസ് 1 കൊടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ വാല്യൂ നമ്മൾ ഇന്ത്യൻ ആണ്, അപ്പോൾ ഓപ്ഷൻ വാല്യൂ ഇസിക്കൽ ടു ഇന്ത്യൻ ആണ്. അവിടെ ഇന്ത്യൻ പുറത്തോടെ കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരത്തുള്ളൂ. നെക്സ്റ്റ് വെക്കാം ഓപ്ഷൻ വാല്യൂ ഇസിക്കൽ ബ്രിട്ടീഷ് കൊടുത്തു. അപ്പോൾ ഇവിടെ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇന്ത്യൻ സെലക്ട് ആയിട്ട് അവിടെ കിടക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഓപ്ഷൻ വാല്യൂ ഇസിക്കൽ ജർമ്മൻ കൊടുത്തു. ഓപ്ഷൻ വാല്യൂ ഇസിക്കൽ ശ്രീലങ്ക കൊടുത്തു. then option selected ടാഗ് ക്ലോസ് ചെയ്തു, ഫോം ടാഗ് ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കല്ലേ കാര്യങ്ങളൊന്നും. യെസ്, നെക്സ്റ്റ് ഒരു ടാഗ് കൂടെ ഉണ്ട്, ടെക്സ്റ്റ് ഏരിയ. അടുത്ത ഫോം കൺട്രോൾ ആണ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. എന്താ ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്, നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനകത്താണെങ്കിൽ ഒരൊറ്റ ലൈൻ മാത്രമേ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷെ ടെക്സ്റ്റ് ഏരിയ ടാഗ് വരുമ്പോൾ നേരെ തിരിച്ചാണ്. നമുക്ക് എന്താ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് ഈ ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്ന് പറയും. അപ്പൊ അതിന്റെ 3 ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, റോസ്, കോൾസ്. നെയിം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് ഏരിയയ്ക്ക് ആണെങ്കിൽ നെയിം കൊടുക്കുക, സ്പെസിഫൈ ചെയ്യുക. റോസ് എന്ന് പറഞ്ഞാൽ എത്ര റോസിന്റെ സൈസ് നമുക്കത് വേണം, എത്ര കോളത്തിന്റെ സൈസ് വേണമെന്ന് പറഞ്ഞാൽ കോൾസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്കിത് ക്രിയേറ്റ് ചെയ്യണം, ഇത്രയും സൈസ് ഉള്ളൊരു ടെക്സ്റ്റ് ഏരിയ ടാഗ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഫോം ആക്ഷൻ ഗസ്റ്റ് ബുക്ക് ഡോട്ട് PHP മെത്തേഡ്സിൽ പോസ്റ്റ് കൊടുത്തു. അപ്പോൾ വലിയ അഡ്രസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഐറ്റം കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ഏരിയ റോസ് ഇസിക്കൽ 10 റോസിന്റെ സൈസ് വേണം. 4 ആനയുടെ എന്താണ് പറയുക, 4 ആനയുടെ ശക്തിയും. ഓക്കെ, മറ്റേ ബുദ്ധി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കേട്ടോ. 10 റോസിന്റെ സൈസും 30 കോളത്തിന്റെ സൈസും നെയിം ഇസിക്കൽ അഡ്രസ് കൊടുത്തു. ദെൻ എൻ്റർ യുവർ അഡ്രസ്സോടെ കൊടുത്തു. ദെൻ ടെക്സ്റ്റ് ഏരിയ ടാഗ് ക്ലോസ് ചെയ്ത്, ഫോം ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ഏരിയ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്കിൽ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റീസെന്റ് ആയിട്ട് വെച്ച ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് നോക്കാം.
യെസ്, സേ 2025, അതായത് ഏറ്റവും റീസെന്റ് സേ 2025 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ടേബിൾ ടാഗ് ഇൻ HTML. ഓക്കെ, ക്യാൻ ഹാവ് ദ ഫോളോയിങ്. മക്കളെ, ഫോളോയിങ് വാല്യൂസ്: വോയിഡ്, എബോ, ബിലോ, എച്ച് സൈഡ്, ബോക്സ്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ ടേബിൾ ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ഫ്രെയിം ആട്രിബ്യൂട്ട്. ഫ്രെയിം ഒരു ടാഗ് ഉണ്ട് കേട്ടോ, ഫ്രെയിം ഒരു ടാഗ് ഉണ്ട്, ഫ്രെയിം ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നമുക്ക് ആ ബോർഡർ ഒക്കെ ആണെങ്കിൽ, ഫ്രെയിം എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ സൈഡിലും വെർട്ടിക്കൽ സൈഡിലും കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂസ് ആണ് ഇത് കേട്ടോ, വോയിഡ്, എബോ, ബിലോ, എച്ച് സൈഡ്, ബോക്സ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റോ സ്പാൻ ആൻഡ് കോൾ സ്പാൻ യൂസ് ഇൻ ക്രിയേഷൻ ഓഫ് ടേബിൾ വെബ് പേജസ്. നമുക്ക് റോ സ്പാന്റെയും കോൾ സ്പാനും ഡിഫറൻസ് എന്താ മക്കളെ? റോ സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എത്ര റോസിലാണോ ഒക്യുപ്പൈ ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ കണ്ടൻസുകളായിക്കോട്ടെ, ഹെഡിങ്സുകളായിക്കോട്ടെ, അതാണ് റോ സ്പാൻ എന്ന് പറയാം. എത്ര കോളത്തിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് അത് കോൾ സ്പാൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൊടുക്കുന്ന കുറച്ച് നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. ഓക്കെ, നമുക്കൊരു ടേബിൾ പറഞ്ഞൊക്കെയാണ്. യെസ്, റൈറ്റ് HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ. സേ 2025 ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ID സബ്ജക്റ്റ് മാർക്ക് 101 മാത്സ് 59, 102 ബയോളജി 60, 103 ഇംഗ്ലീഷ് 75 അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ക്രിയേറ്റ് വെച്ചപ്പോൾ ഉണ്ട്. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, സ്കൂൾ ടേബിൾ, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, ബോർഡർ എന്നാണ്, ബോർഡറിന്റെ തിക്നെസ് നമ്മൾ 2 കൊടുത്തു. TR ടാഗ് ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് റോയിൽ എന്ത് കിടക്കുന്നു? ID സബ്ജക്റ്റ് മാർക്ക് കിടക്കുന്നു അല്ലേ? അതെല്ലാം നമ്മൾ ഹെഡിങ് അല്ലേ? ഹെഡിങ് ആകുമ്പോൾ ഹെഡിങ് ടാഗ്സ് ഉപയോഗിക്കും അല്ലേ? അപ്പൊ TH ടാഗ് ഓപ്പൺ ചെയ്തു, ID കൊടുത്തു, TH ക്ലോസ് ചെയ്തു. TH ടാഗ് ഓപ്പൺ ചെയ്തു, ഇവിടെ റോ ഓപ്പൺ ചെയ്തു, TR ടാഗ് ഓപ്പൺ ചെയ്തേ, TH ടാഗ് ഓപ്പൺ ചെയ്തു, സബ്ജക്റ്റ് കൊടുത്ത് TH ക്ലോസ് ചെയ്തു. TH ടാഗ് ഓപ്പൺ ചെയ്ത് മാർക്ക് കൊടുത്ത് TH ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാം. അടുത്ത റോ ഓപ്പൺ ചെയ്തു, TD ഓപ്പൺ ചെയ്തു, 101 കൊടുത്ത് TD ക്ലോസ് ചെയ്തു. TD ഓപ്പൺ ചെയ്ത് മാക്സ് കൊടുത്ത് TD ക്ലോസ് ചെയ്തു. TD ഓപ്പൺ ചെയ്ത് 59 കൊടുത്ത് TD ക്ലോസ് ചെയ്തു അല്ലേ? കാരണം അത് ഡേറ്റാസ് ആണ് അല്ലേ? ഈ സെക്കൻഡ് റോ എടുത്ത 101 മാക്സ് 59 ഒക്കെ ഡേറ്റാസ് ആണ് അല്ലേ? അപ്പൊ അതങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് TR ടാഗ് ക്ലോസ് ചെയ്തു. TR ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അടുത്ത റോയിലെ കണ്ടൻസ് TD കൊടുത്തു. ദെൻ വീണ്ടും അടുത്ത ലാസ്റ്റ് റോയിൽ 103 ഇംഗ്ലീഷ് 75 അതും ആ റോ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തവിടെ എല്ലാം കൊടുത്തു അല്ലേ? ദെൻ ടേബിൾ ടാഗ് ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. അപ്പൊ ഇതുപോലെ സിമ്പിൾ ടേബിളൊക്കെ ചോദിക്കുക. സിമ്പിൾ ടേബിളൊക്കെയാണ് മിക്കവാറും വരാറുള്ളത് കേട്ടോ. സേ പരീക്ഷ ആയതുകൊണ്ട് സിമ്പിൾ ചോദിച്ചൊന്നുമല്ല, എല്ലാ പരീക്ഷയും ക്വസ്റ്റ്യൻ മിക്സ് ആട്ടോ. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ടഫ്, സേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ അങ്ങനൊന്നുമില്ല, വ്യത്യസ്തമാണില്ല. ഓക്കെ, നെക്സ്റ്റ് മാർച്ച് 2025 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസ്റ്റ് ഓഫ് ടാഗ്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ HTML ടേബിൾ ഇൻ HTML വിത്ത് ദർ യൂസ്. അഥവാ HTML ടേബിൾ യൂസ് ചെയ്യുമ്പോഴുള്ള ടാഗ്സുകളെയൊക്കെ നമ്മളെ ടേബിൾ ടാഗ്, മെയിൻ ടാഗ് ടേബിൾ ടാഗ് ആണ്. ഇതിന്റെ സബ് ടാഗുകളൊക്കെ നമ്മളെ TR ടാഗ്, TH ടാഗ്, TD ടാഗ്. TR ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? TR ടാഗ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള HTML നമ്മുടെ റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന TR ടാഗ്, ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന TH ടാഗ്, ദെൻ ഡേറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന TD ടാഗ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലേ? യെസ്, അതാണ്ട് ഇവിടെ ഒക്കെ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയാണ് നമ്മുടെ റോ സ്പാൻ കോൾ സ്പാൻ വെച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്ത്, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ടേബിൾ ബോർഡർ 2 കൊടുത്തു, ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് റോയിൽ എന്ത് കിടക്കുന്നു? ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് കിടക്കുന്നു അല്ലേ? ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് കിടക്കുന്നു. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ എത്ര കോളത്തിലാണ് കിടക്കുന്നത്? 1, 2, 3 കോളത്തിലായിട്ട് ഒക്കുപ്പൈ കിടക്കുന്ന ഒരു ഐറ്റമാണ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ TH കോൾ സ്പാൻ 3 കൊടുത്തു, ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. ചെസ്റ്റ് നമ്പർ
ദെൻ നെയിം, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. അതിനിവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. അടുത്ത റോ ഓപ്പൺ ചെയ്തു. മറ്റേത് കൊടുക്കുന്ന പോലെ നമ്മളെ ജസ്റ്റ് TH ടാഗ് ഓപ്പൺ ചെയ്ത് TH നമ്പർ എടുത്ത് TH ക്ലോസ് ചെയ്തു. TH ടാഗ് ഓപ്പൺ ചെയ്ത് നെയിം കൊടുത്ത് TH ടാഗ് ക്ലോസ് ചെയ്തു. TH ടാഗ് ഓപ്പൺ ചെയ്ത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൊടുത്ത് TH ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കണ്ടൻസുകളെല്ലാം അത് കൊടുത്തു TR ടാഗ് ക്ലോസ് ചെയ്തു. TR ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കണ്ടൻസുകളെല്ലാം കൊടുത്തു TD ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് അവസാനം ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് സ്പീഡിൽ പോയിന്റെ കാര്യം നമ്മൾ നേരത്തെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം, ഇതിന്റെ മോഡൽ തന്നെ കേട്ടോ. അപ്പൊ ടേബിൾ ടാഗ് ആണ് ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അത് ഇപ്പൊ നിങ്ങൾ 2 കൊല്ലം കണ്ടപ്പോൾ 2 കൊല്ലം നമ്മുടെ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് ഓൺ ലിസ്റ്റ് ഇൻ HTML. ലിസ്റ്റ് 3 ടൈപ്സുകളുണ്ട്. അൺഓർഡേഡ് ലിസ്റ്റ്, ഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഇത് എക്സാമ്പിൾസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. നമ്മൾ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ബുള്ളറ്റ് ലിസ്റ്റ് വിളിക്കാറുണ്ട്. നമ്മുടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് യൂസ് ചെയ്യും? നമുക്ക് ഈ പറഞ്ഞുള്ള നമ്മുടെ ഈ പറഞ്ഞ ബുള്ളറ്റുകൾ പോലത്തുള്ള ഗ്രാഫിക്കൽ സിമ്പിൾസുകൾ യൂസ് ചെയ്യും. ഓക്കെ, ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ ഓർഡറിലോ ആൽഫബറ്റിക്കൽ ഓർഡറോ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ഡെഫിനിഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസിന്റെ സബ് ഡെഫിനിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ടാഗ് എന്താ? ടാഗ്സുകൾ എന്ന് പറഞ്ഞാൽ DL ടാഗ്, ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി DT ടാഗ്, ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി DD ടാഗ്. കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2 ഇയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ സെക്ഷൻസോടെ വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ സെക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഈ ചാപ്റ്റേഴ്സിലെ കണ്ടന്റ്സുകളൊക്കെ നോക്കുക. ഓക്കെ, നമുക്കപ്പം ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, അപ്പൊ ലൈവ് ക്ലാസ്, അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്കും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സന്തോഷം, സ്നേഹവും കാര്യങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എന്തൊക്കെ കാര്യങ്ങൾ എന്തായാലും ആവശ്യമുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ വേണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വേണം എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.